ഭോജൻ മേഘസന്ദേശത്തെ പരിഗണിക്കുന്നത് ഒരു സംഘാത കാവ്യമായിട്ടാണ്. ഒരേ വിഷയത്തെക്കുറിച്ച് ഒരേ രീതിയിലുള്ള അനേകം പദ്യങ്ങളുടെ സമാഹാരമാണത്രേ സംഘാതകാവ്യം. എന്നാൽ മേഘസന്ദേശത്തെ ഒറ്റപ്പദ്യങ്ങളുടെ സമാഹാരമായി പരിഗണിക്കുന്നത് ശരിയല്ലെന്നാണ് ശങ്കുണ്ണി നായർ നിരീക്ഷിക്കുന്നത്. ഒരേ ഭാവതന്തുവിലാണ് ഇവിടെ മുത്തുകൾ കോർത്തിരിക്കുന്നത് എന്ന വസ്തുത വിസ്മരിച്ചുകൂടാ. മാത്രമല്ല, ആ മുത്തുകളെ ക്രമം മാറ്റി കോർക്കാനും പറ്റില്ല. ആദിമധ്യാന്ത ഘടിതമായ ഒരു കഥാതന്തു മേഘസന്ദേശത്തിനുമുണ്ടല്ലോ. മേഘസന്ദേശത്തിൽ ഒരു ചിട്ടയുണ്ട്. മേഘത്തിൻ്റെ യാത്രയിൽ വിരുദ്ധ ദന്തങ്ങൾ ക്രമികമായി അണിനിരക്കുന്നു. ദാനവും പ്രത്യാദാനവും, രക്തിയും വിരക്തിയും, ഗ്രാമവും നഗരവും, സമതലവും പർവ്വതപ്രദേശവും, പത്നിയും പാംസൂലയും ഇവിടെ പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. പൂർവമേഘം ഉത്തരമേഘം എന്നൊരു വിഭജനവും മേഘസന്ദേശത്തിനുണ്ട്. ഈ രണ്ട് ഖണ്ഡങ്ങളെയും വേർതിരിക്കുന്നതല്ല മേഘസന്ദേശത്തിൻ്റെ വാക്യഘടന. രണ്ട് ഖണ്ഡങ്ങളുണ്ടെന്ന് കാളിദാസൻ സങ്കല്പിക്കുന്നില്ല എന്ന് ശങ്കുണ്ണി നായർ അഭിപ്രായപ്പെടുന്നു. പൂർവമേഘത്തിലെ അവസാനത്തെ പദ്യത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ഉത്തരമേഘത്തിൻ്റെ ആദ്യ പദ്യത്തിന് അന്വയപൂർത്തി വരികയുള്ളൂ. എന്നാൽ ആശയപരമായി നോക്കുമ്പോൾ രണ്ട് ഖണ്ഡങ്ങളും വളരെ വ്യത്യസ്ത തലങ്ങളാണ് നിലകൊള്ളുന്നത്. തൻ്റെ മേഘസന്ദേശ പഠനത്തിൽ മാരാർ സൂചിപ്പിച്ചതുപോലെ പൂർവമേഘത്തെ ഭോഗഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് വിരഹിയായ യക്ഷൻ. ഭൂമിയും നദിയും ബലാകപക്ഷികളും മനുഷ്യ സ്ത്രീകളുമെല്ലാം പൂർവമേഘത്തിൽ രതിക്രീഡകൾക്ക് വിധേയമായിരിക്കുകയാണ്. ബലാകപക്ഷികളുടെ കാര്യത്തിൽ ഗർഭധാനം എന്ന പദം തന്നെ കാളിദാസൻ പ്രയോഗിച്ചിട്ടുണ്ട്. മേഘസന്ദേശത്തിൽ നായികകളായി പ്രത്യക്ഷപ്പെടുന്ന നദികളുടെ പേരിൽ പോലും ധ്വനികളുണ്ടെന്ന് ശങ്കുണ്ണി നായർ സൂചിപ്പിക്കുന്നു. നർമ്മദ തമാശക്കാരിയാണ്, രേവ ബഹളക്കാരിയാണത്രേ, മണമുള്ളവളാണ് ഗന്ധമതി, ഗംഭീര ആഴമുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. തോൽക്കുട്ടിയുള്ളവൾ എന്ന അർത്ഥവുമുണ്ട്. ചർമ്മണ്വതി നദിക്ക് ഒരു കുടുംബം വിട്ടിറങ്ങിയവളാണ്. നിർവിന്ധ്യ എന്നാൽ ഉത്തരമേഘത്തിൽ വലിയൊരു ഭാവമാറ്റം സംഭവിക്കുന്നു. ഇവിടെ ഭോഗഭൂമി വിരഹഭൂമിയായി മാറുന്നു. പ്രിയതമയിൽ നിന്ന് അകന്നു മാറി കഴിയേണ്ടി വരുന്ന ഒരു പ്രവാസിയുടെ ദുഃഖം ഇവിടെ ഘനീഭവിച്ചു നിൽക്കുന്നു. പ്രവാസിയാകുമ്പോൾ സഹവാസിയാവാനും സഹവാസിയാകുമ്പോൾ പ്രവാസിയാകാനും